രാഷ്ട്രീയം എന്ന് പറയുന്നത് സമ്പന്നരുടെ ഒരു വിഹാര രംഗമായിരുന്ന കാലത്ത്, സമ്പന്നർ മാത്രം കൈകാര്യം ചെയ്യുന്ന കാലത്ത്, ഭരണകൂടവും സമ്പന്നരും മാത്രം സംസാരിക്കുന്ന കാലത്ത്, അത് ബ്രിട്ടീഷ് വാഴ്ചയുടെ കാലത്തായിരുന്നാലും അതിനുശേഷം വന്ന ഘട്ടങ്ങളിലായിരുന്നാലും രാജ്യത്തിന് ഇപ്പോൾ ഒരു യുദ്ധഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സമ്പന്നരെയാണ് സമീപിക്കുക. രാജ്യം വളരെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി പരാധീനതയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഭരണകൂടങ്ങൾ സമ്പന്നരെയാണ് സമീപിക്കുക. ജനാധിപത്യം വന്നപ്പോഴും ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു ഘട്ടം അങ്ങനെയായിരുന്നു. പണക്കാരെ ആശ്രയിക്കേണ്ടി വരികയാണ്, പണക്കാർ ഒരാവശ്യമായി വരികയാണ് എവിടെയും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സമ്പന്നർക്ക് മാത്രം പരിഗണന ഉണ്ടായിരുന്ന ഒരു കാലത്ത് അവർക്കിടയിൽ നിന്ന്, ഈ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഒരാൾ ഉയർന്നു വരേണ്ടതുണ്ടായിരുന്നു. അവരുടെ ജീവിതം എന്താണെന്നറിയാൻ, താഴെ പാഴ്ചേറിൽ അമർന്നു പോകുന്ന സമൂഹത്തിന്റെ ജീവിതം എന്താണെന്നറിയാൻ ആ പാഴ്ചേറിൽ തന്നെ കിടന്നു കഴിയുന്ന ഒരാൾ ഉയർന്നു വരേണ്ടതുണ്ടായിരുന്നു. അതാണ് CH മുഹമ്മദ് സാഹിബിന്റെ വരുന്നത്. അതുകൊണ്ട് CH ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിങ്ങളോട് മുമ്പ് പറഞ്ഞത്, നമ്മുടെ ഈ ഒജിയത്ത മൊയ്തുക്കയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, എന്താ CH നിങ്ങളെ എങ്ങനെ പരിഗണിക്കാൻ കാരണം? അവൻ മൊയ്തുക്ക എന്നോട് പറയുന്നുണ്ട്, CH എന്നെ പോലെ ഒരാളായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, പരമസാധുവല്ലേ, അപ്പോൾ ഒരു സാധുവിന് മറ്റൊരു സാധുവിനെ അറിയാം എന്നുള്ളത്. അത് പൊളിറ്റിക്സിൽ ഒരു അസാധാരണമായ ഒരു സംഗതിയാണ്. ഒരു ദരിദ്രനെ മറ്റൊരു ദരിദ്രനെ അറിയാമെന്നുള്ളത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ്. CHന്റെ ഒരു ജീവിത പ്രവേശം, നമ്മളിപ്പോൾ ഒരു നേതാവിനെ വിലയിരുത്തുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ അതൊരു വലിയ വളരെ ആവേശകരമായ പ്രസംഗത്തിന്റെ തലത്തിലൂടെ നമ്മളിത് കൊണ്ടുപോകണമെന്ന് കരുതുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ. ഇപ്പൊ അടുത്ത ദിവസം എന്നോട് ഒരാൾ ചോദിച്ചത്, ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ സില്ലിയാണ്. മാറ്റർ എങ്ങനെയാണ് CHന്റെ മകന് മുനീറിന് MK എന്ന ഇനീഷ്യൽ വന്നത്, CH മുഹമ്മദ് കോയക്കും MK മുനീർ എന്നുള്ള ഇനീഷ്യൽ എങ്ങനെ വന്നു എന്നുള്ള വളരെ സില്ലിയാണ്. കാരണം CHനോടുള്ള കൗതുകം കൊണ്ട് ആളുകൾക്കും ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ CH എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളരെ അനന്യസാധാരണമായി നമ്മുടെ ഇടയിൽ വന്നു നിൽക്കുന്ന ഒരു നേതൃവൈഭവമാണ്. അപ്പൊ CHന്റെ ഒരു പ്രവേശം, അത് ഭൂമിയിലേക്കുള്ള പ്രവേശം ഉൾപ്പെടെ എന്തായിരുന്നാലും CH നാം ജീവിക്കുന്ന ഇപ്പൊ ഇതിലൊക്കെയുള്ള ഒരു മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാപ്പമാരുടെയൊക്കെ ഒരു കാലയളവിലുള്ള ഒരാളാണ്, കുറെ പഴയ ഒരാളാണ്. അപ്പൊ വാഫക്കിത്തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പിന്റെ കാലത്തുള്ള ആളല്ല, പൂക്കോയത്തങ്ങളുടെ കാലത്തുള്ള ആളല്ല, പൂക്കോയത്തങ്ങളുടെയൊക്കെ ശേഷം വന്ന അതിനേക്കാളും ഒരു 10 വയസ്സിൽ എളുപ്പമുള്ള ഒരാൾ വരികയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ സൈമൺ കമ്മീഷനൊക്കെ എതിരായിട്ട് വലിയ മുസ്ലിം സമ്മേളനങ്ങൾ ജിന്നാ സാഹിബിന്റെ ഒക്കെ അധ്യക്ഷതയിൽ ചേർന്ന് ഇന്ന് കൽക്കത്തയിലെ സർവേന്ത്യ ലീഗിന്റെ യോഗം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഒരു 1927 കാലഘട്ടത്തില് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം പുതിയ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് കമ്മീഷനായിട്ടുള്ള ഒരു കൂട്ടർ വരികയും ഇന്ത്യക്കാരുടെ ഫണ്ടിൽ നിന്നെടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനത്തെ ഒരു കൂട്ടർക്ക് അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു കമ്മീഷൻ എങ്ങനെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? ഇവർക്ക് ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് വരട്ടെ. അതുകൊണ്ട് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കൽക്കത്തയിൽ ചേർന്ന സർവേന്ത്യ ലീഗിന്റെ യോഗവും പിന്നെ സിംലയിൽ ചേർന്ന ജിന്നാ സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗവും ഒക്കെ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നൊരു ഘട്ടം. നമുക്ക് 1927 ആ 27 കാലഘട്ടത്തിലാണ് CH മുഹമ്മദ് കോയ സാഹിബ് ജനിക്കുന്നത്. നമ്മുടെ ഒരു പൊളിറ്റിക്സ് ശരിക്കും രൂപപ്പെട്ടു വരുന്നൊരു കാലത്ത് എന്താന്ന് വെച്ചാൽ മലബാർ കലാപം കഴിഞ്ഞ് ഒരു തകർന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയുണ്ട്, തകർന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ജനപദമൊക്കെ ആകെ ശുഷ്കിച്ചു പോയിരിക്കുന്നു. മലബാർ കലാപത്തിന്റെ ഒരു ഫലശ്രുതി എന്ന് പറയുന്നത് ഏതാണ്ട് അത് നടന്ന രൂക്ഷമായി പോരാട്ടം നടന്നത് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലായിരുന്നുവെങ്കിലും പിന്നെ പൊന്നാനിയിലുമായിരുന്നു എങ്കിലും അത് മലബാർ മൊത്തത്തിൽ അലയടിച്ചൊരു ഇഷ്യൂ ആയിരുന്നു. മലബാറിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ തകർത്ത് കളഞ്ഞാണ്. നമ്മൾക്കൊരു മുന്നേറ്റമേ ഇല്ലാണ്ടായി. നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു നിരന്തരമായ വേട്ടക്കിരയായി. ഏതാണ്ട് 1 ലക്ഷം പേർ കൃത്യമായും ഇതിന്റെ ഇരകളായി തീർന്നു. 1/4 ലക്ഷത്തോളം ആളുകൾ നാട് കടത്തപ്പെടുകയോ വെടിയേറ്റ് കൊല്ലപ്പെടുകയോ ചെയ്തു. 1/4 ലക്ഷം പേർ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ നരകിച്ചു. ഇന്ത്യയിലെ ജയിലുകളിൽ. മറ്റേത് നാട് കടത്തപ്പെടുക, അത് ജയിലറയിലായിരിക്കാം, അല്ലാതെയായിരിക്കാം, അതടക്കം മരിച്ചുപോയി.
ഈ 1,00,000 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവർ പറയുന്ന ഒരു ബ്രിട്ടീഷുകാർ പറയുന്ന ഒരു കണക്ക് വെച്ചിട്ടാണ്. പിന്നെ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ദുരാരോപണങ്ങൾക്ക് ആ കലാപം വഴിവെച്ചു എന്ന് പറയുന്നത് കലാപകാരികൾ ചെയ്തതല്ല. ആ കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയ പ്രചരണങ്ങളിലൂടെ അത് പിന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ളതായിരുന്നു, അത് ഹിന്ദുക്കളെ വേട്ടയാടാൻ ഉണ്ടാക്കിയതായിരുന്നു, അത് അറബ് രാജ്യങ്ങളിലെ പിന്നെ തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ എന്തിന് ഇവർ ആയുധമെടുത്തിറങ്ങി എന്നൊക്കെയുള്ള ദുരാരോപണങ്ങളുടെ പെരുമഴകൾ വർഷിച്ചു ഇതിനു മുകളിൽ. അങ്ങനെ മനസ്സാകെ കെട്ടുപോയ ഒരു ജനതയാണ് മുമ്പിലുള്ളത്. CH വരുന്ന ഒരു കാലം 1927 CH ജനിച്ച് CHന്റെ കുട്ടിക്കാലം വളർന്നു വരുന്ന ഒരു കാലത്ത് ഇങ്ങനെ തളർന്നു പോയ പോരാത്തതിന് യുദ്ധങ്ങൾ നടക്കുന്നു. മലബാർ കലാപം 1-ാം ലോക മഹായുദ്ധത്തിന് തുടർച്ചയായിട്ട് വന്നതാണ്. 1921 24 ഭയങ്കരമായ പ്രളയം നടക്കുന്നു. 39 വീണ്ടും 2-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. പിന്നെ 43 കാലത്ത് വീണ്ടും പിന്നെ കോളറ പോലുള്ള പ്രളയം, കോളറ ഇതെല്ലാം സംഭവിക്കുന്നു. യുദ്ധം, പ്രളയം, യുദ്ധം, മരണം, ഇത് പരസ്പര ബന്ധമില്ലാതെ പോലും സംഭവിക്കുക. ആ യുദ്ധത്തിന്റെ മരണമല്ലാത്ത മരണങ്ങൾ പ്രകൃതിയിലെ ദുരന്തങ്ങൾ കൊണ്ടുവന്നു. 2-ാം ലോക മഹായുദ്ധം അവിടെ നടക്കുന്നെങ്കിൽ ഇവിടെ യുദ്ധത്തിന് കെട്ടികളുണ്ടോ? കൊടും പട്ടിണി, മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുക, ഭക്ഷണമില്ലാതെ ആളുകൾ മരിക്കുക, ആരും ചോദിക്കാനുമില്ല, സഹായഹസ്തം നീട്ടാൻ ഒരാളുമില്ല. ജന്മി എന്ന് പറയുന്ന ഒരു വലിയ സാധനം ഇങ്ങനെ ഉയർന്നു നിൽക്കുക. ആ ജന്മി മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയല്ലാതെ കൃത്യമായി അവർക്ക് ഭക്ഷണം വേണമോ, അവർക്ക് പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് കുടിയിടപ്പുണ്ടോ, അവർക്കൊരു കുടിലുണ്ടോ, തല ചായ്ക്കാനൊന്നുണ്ടോ എന്ന് നോക്കാതിരിക്കുക. മലയപ്പുലയൻ ഇത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിൽ പറയുന്നത് സംഗതി. മലയപ്പുലയൻ മാടത്തിന്റെ മുറ്റത്ത് മഴ വന്ന് നാൾ വെച്ച വാഴ കൊലച്ചു വന്നപ്പോ ജന്മി വെട്ടിക്കൊണ്ടുപോകാൻ ജന്മി അതുവരെ പുലയനും മക്കളും വെള്ളമൊഴിച്ച് വളർത്തി, പിന്നെ ഓരോന്നോരോന്നായി ഇങ്ങനെ വളർന്ന് വലുതായി ഓരോ കായ്കളും മൂത്തും പഴുത്തും വരുമ്പോൾ മക്കൾ ഓരോ കൗതുകത്തിൽ അതിലാ ഏറ്റവും മുഴുപ്പുള്ളത് എനിക്ക് വേണമെന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പുലയനും ഭാര്യയും മക്കളും വെണ്ണീറിട്ട് വെള്ളമൊഴിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത് ജന്മി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ദിവസം മൂത്ത് പഴുത്ത് കുട്ടികൾ വായിൽ വെള്ളമൂറി നിൽക്കുന്ന നേരത്ത് ജന്മി ആളെ അയക്കുകയും അത് വെട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ഈ കവിതയിൽ എപ്പോഴും നമ്മൾ ആ പറയുന്ന പ്രമേയമല്ല എടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് മൂത്തും പഴുത്തും പുലയന്റെ, കുടിയാന്റെ, കർഷക തൊഴിലാളിയുടെ, നിസ്വന്റെ വീട്ടിന്റെ മുറ്റത്തോ അകത്തോ ഉള്ള ഏതൊന്നും ജന്മിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ആ കാലം കേവലം കഥയിലോ സിനിമയിലോ വായിച്ചെടുക്കാനുള്ളതല്ല, അങ്ങനെ തന്നെയായിരുന്നു. ഓരോ നാട്ടിലും അങ്ങനെ ഓരോ കഥകൾ രൂപപ്പെട്ടു. ചിലതൊക്കെ സിനിമയായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏരിയയിൽ നിന്ന് വന്നു, ബാക്കിയുള്ളത് അല്ലാതെ സിനിമയാവാതെ പോകുന്നു, ഇതിനേക്കാളും രൂക്ഷമായിട്ട്. അങ്ങനത്തെ ഒരു കാലം, ചൂഷണങ്ങളുടെ കാലം, ചികിത്സയില്ലാത്ത കാലം, വിദ്യാഭ്യാസമില്ലാത്ത കാലം, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മതബോധമില്ലാത്ത കാലം, മതം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത കാലം, മതപ്രഭാഷണ പരമ്പരകളില്ലാത്ത കാലം, മതം പഠിക്കാൻ കുട്ടികളാരും വളരെ ഒറ്റപ്പെട്ട ഏതോ നാട്ടിൽ ഒരു കുട്ടി ദർസിൽ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ മതം പഠിക്കാൻ സംവിധാനങ്ങളില്ലാത്തൊരു കാലം. അങ്ങനത്തെ ഒരു കാലത്ത് ഒരു സമുദായത്തെ നോക്കി, ജനമതത്തെ നോക്കിയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ബാല്യമുണ്ട്. അതാണ് CH. അപ്പൊ CH ജീവിതം എങ്ങനെ കാണുക? പയ്യമ്പലത്തിൽ, അത്തോളിയിലെ പയ്യമ്പലത്തിൽ കോയോട്ടിയുടെ മകൻ ആലി മുസ്ലിയാരുടെ മകനായി പിറന്ന മുഹമ്മദ് കോയക്ക്, അതുപോലെ തന്നെയാണ് ആലി മുസ്ലിയാർ പോയിട്ട് കല്യാണം കഴിച്ച് ചെറിയാരങ്കണ്ടി മറിയുമ്മയെ കല്യാണം കഴിക്കുമ്പോൾ ആ വീട്ടിൽ 10-11 മക്കളുണ്ട്. ഒരു മണ്ണ് കുഴച്ച് വെച്ച ഒരു മൺകൂര, ഓല മേഞ്ഞ ഒരു മൺകൂര, മൺചുമരുകളുള്ള ഒരു കൂരക്കുള്ളിൽ, ചെറിയൊരു കൂരക്കുള്ളിൽ 10-11 മക്കളും വാപ്പിയും ഉമ്മയും പിന്നെ അതിലുണ്ടാകുന്ന പേരക്കുട്ടികളും ആലി മുസ്ലിയാരെ പോലുള്ള ഇങ്ങനെ മരുമക്കളും അവിടെ കഴിയുക. അതാണ് പയ്യമ്പലത്തിൽ ആലി മുസ്ലിയാരുടെ മകൻ ചെറിയാരങ്കണ്ടി മുഹമ്മദ് കോയയാണ് CH മുഹമ്മദ് കോയ ആകുന്നത് കേട്ടോ. ചെറിയാരങ്കണ്ടി എന്ന് പറയുന്ന അതിന്റെ ആദ്യത്തെ ച എന്നുള്ള അക്ഷരത്തിൽ നിന്ന് CH ഉണ്ടാവുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പറയാം. അപ്പോ
സ്വന്തം വീട്ടിലാണെങ്കിലും വാപ്പാന്റെ വീട്ടിലാണെങ്കിലും ഉമ്മാന്റെ വീട്ടിലാണെങ്കിലും അതും കഴിഞ്ഞ് മാനത്താങ്കണ്ടിയിലേക്ക് രണ്ടാളുടെയും വാപ്പയുടെയും ഉമ്മാന്റെയും ഓഹരിയിൽ നിന്ന് കിട്ടിയതൊക്കെ കൂടി കാശൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ മാനത്താങ്കണ്ടിയില് അന്നശ്ശേരിയിലെ മാനത്താങ്കണ്ടിയിൽ ഒരു പിന്നെ സ്ഥലം വാങ്ങി വീട് വെക്കുന്നു, ഒരു കൊച്ചു കൂര വെക്കുന്നു. അവിടെയാണെങ്കിലും സി എച്ചിന്റെ മുമ്പിലുള്ളത് ദാരിദ്ര്യം തന്നെയാണ്. സി എച്ചിനെപ്പോലുള്ള അന്നത്തെ എല്ലാ കുട്ടികൾക്കും ദാരിദ്ര്യം തന്നെയാണ്. അപ്പൊ ഒരു ദരിദ്ര ബാലൻ ഇങ്ങനെ വന്ന് ദരിദ്രനായിട്ട് തന്നെ മരിച്ചു പോവാണ്. ദാരിദ്ര്യത്തിലൂടെ രാഷ്ട്രീയത്തേക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരിൽ പലർക്കും പിന്നെ അങ്ങനെ മരിച്ചു പോകുമ്പോൾ അങ്ങനെ ദരിദ്രന്മാരാൻ വേണ്ടി വന്നിട്ടില്ല. കാരണം രാഷ്ട്രീയം ഒരു നല്ല വരുമാന മാർഗമായി തീരുന്ന കുറെ മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും, ഇപ്പോഴൊന്നും അക്കാലത്തും ഉണ്ട്. അപ്പൊ അഴിമതി ഒരു സ്വാഭാവിക സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലത്ത് തന്നെയാണ് സി എച്ച് മുഹമ്മദ് സാഹിബ് അധികാരത്തിലിരുന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നത്, ദരിദ്രനായിക്കൊണ്ട്, അഴിമതിയുടെ ഒരു ഭാഗത്തും സ്പർശിക്കാൻ. അത് അച്യുതമേനോൻ എഴുതിയിട്ടുണ്ട്. അച്യുതമേനോന്റെ കത്തുകളിൽ സി എച്ചിനെ പറ്റി പറയുന്നുണ്ട്. അച്യുതമേനോന്റെ കത്തുകൾ എന്ന് പറഞ്ഞ് തെക്കുംഭാഗൻ മോഹൻ എഴുതിയിട്ട് പിന്നെ സമാഹരിച്ചു വെച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അഴിമതി തൊട്ട് തീണ്ടാതെ സി എച്ച് ജീവിച്ചു. അഴിമതിയുടെ ഒരു സ്പർശവും സി എച്ചിലേക്ക് വന്നില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, സി എച്ച് മരിക്കുന്ന കാലത്ത് സി എച്ചിന്റെ മകൻ, ഒരേ ഒരു കുട്ടി ബാംഗ്ലൂരിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുക, MBBS. അധികാരത്തിന് ചെറിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത് അന്ന് ഇന്നത്തെ പോലെ എൻട്രൻസ് പരീക്ഷകളുടെയൊക്കെ വലിയ രൂക്ഷത എന്നുള്ള കാര്യമൊന്നുമില്ല. ഒന്ന് ഒപ്പിക്കാവുന്നുള്ളൂ. സി എച്ച് അല്ലാത്ത മറ്റൊരാളാണെങ്കിൽ അത് ഒപ്പിക്കുന്നതാണ്. മുനീർ സാഹിബ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അഭിമുഖത്തിൽ ഞാൻ എഴുതിയത്, തിരൂര് സി എച്ച് ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് സാഹിബ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒരു പരിപാടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ വണ്ടി കയറാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാൻ നോക്കുമ്പോൾ സി എച്ചിന്റെ ഏക അനിയൻ CK അബ്ദുള്ള സാഹിബിനെ, അബ്ദുള്ളക്കെ അവിടെ കണ്ടു. അപ്പോൾ സി എച്ചിനെ നോക്കിയിട്ട് അബ്ദുള്ള എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാനിപ്പോ ഇവിടെയാണോ, റവന്യൂ വകുപ്പിലെ തഹസിൽദാരാ. അപ്പൊ എത്ര കാലം ഇങ്ങോട്ട് പോകുന്നുണ്ട്? 1 വർഷം ഇവിടെയാണോ? എന്നാ ശരി. സി എച്ചിന്റെ വണ്ടി ഒന്ന് സി എച്ച് പോയി. അബ്ദുള്ള പിന്നെയും അവിടെ തന്നെ തുടർന്നു. മറ്റൊരു ട്രാൻസ്ഫർ, പ്രൊമോഷൻ കൊണ്ടോ അല്ലാതെ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നത് വരെ അബ്ദുള്ള അവിടെ തന്നെ തുടർന്നു. അനിയനാണല്ലോ ഏട്ടനാണല്ലോ എന്നുള്ള ഇതൊന്നും അധികാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല. ഒരു ക്രമവും തെറ്റിച്ച് സി എച്ച് ആരെയും ഉദ്യോഗങ്ങളിലേക്ക് കയറ്റുകയോ ഉദ്യോഗത്തിൽ നിന്ന് ഇറക്കി വിടുകയോ അഡ്മിഷൻ വാങ്ങി കൊടുക്കുകയോ ചെയ്തില്ല എന്നർത്ഥം. അപ്പൊ അഴിമതി തൊട്ട് തീണ്ടാതെ ജീവിച്ചവരാണ്, ദരിദ്രനായി ജീവിച്ചവരാണ്, ആ ദരിദ്ര ജനതക്കിടയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് കുടിലുകളിൽ കൂരകളിൽ കൺമണി പോൽ സൂക്ഷിച്ചൊരു നേതാവായിട്ട് സി എച്ച് ഇവിടെ പാവപ്പെട്ടവരുടെ നേതാവാണ്. പാവപ്പെട്ടവർക്ക് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഉള്ളത്. ആളുകളുടെ വേഷവിധാനങ്ങൾ കേട്ടാൽ അത്ര പാവപ്പെട്ടവരെല്ലാം തോന്നുന്നു. ഒരു ഇതുണ്ടല്ലോ, നല്ല ടിപ്പിലേ നടക്കുള്ളൂ എന്നുള്ള. ഇപ്പോൾ കല്യാണത്തിന് ഇറങ്ങാൻ നിൽക്കുന്ന പോലെയാണ് എല്ലാവരുടെയും വേഷവിധാനങ്ങൾ. പക്ഷെ ദരിദ്ര സമൂഹമാണ് നമ്മുടെ നാട്ടിൽ. ആ ദരിദ്രരെ കുറിച്ച് സി എച്ചിന് പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ദരിദ്ര പിതാവിന്റെ മകനായിട്ട് ജനിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ കുട്ടിക്കാലം മുഴുവൻ വാപ്പാന്റെ കൂടെ പാടത്ത് പണിയെടുക്കാൻ പോയിട്ടും, വാപ്പ ആലി മുസ്ലിയാർ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് മതവിദ്യാഭ്യാസവും, വലിയ മതപണ്ഡിതനല്ല, കുറച്ച് മതവിദ്യാഭ്യാസവും കുറച്ച് യുനാനി ചികിത്സയും നാട്ടുവൈദ്യമൊക്കെ പഠിച്ച് ആ കാലത്ത് ഒരു ഡോക്ടറുടെ സേവനമൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന ഒരാൾ. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ സുഖമില്ല വയ്യാന്നൊക്കെ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞാല് ഈ മരുന്നൊക്കെ വെച്ചൊരു പെട്ടിണ്ടാവും, ഒരു സഞ്ചി ഉണ്ടാവും. ഈ സഞ്ചി തലയിൽ വെച്ചിട്ട് മകനും പിന്നാലെ പോകും. അത് കുട്ടിയാവുമ്പോൾ മാത്രമില്ല, അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ 2 ഘട്ടവും പറയാം. സി എച്ച് പാപ്പാന്റെ പിന്നാലെ ഈ മരുന്ന് സഞ്ചിയൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ സി എച്ച് പാർലമെന്റ് മെമ്പറായി വന്നിട്ട് സി എച്ച് അതേ പോക്ക് റേഷൻ ഷാപ്പിക്ക് പോകണേ. റേഷൻ ഷാപ്പില് അന്നശ്ശേരിയിലെ റേഷൻ ഷാപ്പിലേക്ക് അരി വാങ്ങാൻ സി എച്ച് അതേ പോക്ക് പോകണം. ഒരു സഞ്ചി റേഷൻ കാർഡൊക്കെ കക്ഷത്ത് വെച്ചിട്ട് പാർലമെന്റ് മെമ്പർ സി എച്ച് കൊണ്ടുപോയാണ് പോകുന്നത്. പഞ്ചായത്ത് മെമ്പർ കിട്ടും റേഷൻ ഷാപ്പ് എന്നിട്ട് അവിടെ പാർലമെന്റ് മെമ്പർ. ആളുകൾക്ക് തോന്നുന്നുണ്ട് സി എച്ച് ഇപ്പോൾ ഒരു വലിയ സ്ഥാനത്തൊക്കെ തന്നെയാണ്. പക്ഷെ സി എച്ചിന് തോന്നുന്നില്ല ഞാൻ വലിയ സ്ഥാനത്താന്നുള്ളത്. അതായിരുന്നു സി എച്ചിന്റെ വിജയവും. ഞാനിപ്പോ ഒരു വലിയ സ്ഥാനത്താന്ന് സി എച്ചിന് തോന്നിയില്ല എന്നുള്ളതാണ്. ഒരു വലിയ സ്ഥാനത്താന്ന് ചെറിയ സ്ഥാനത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നതോട് കൂടിയാണ് നമ്മുടെ എല്ലാ പരാജയവും ആരംഭിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. സി എച്ചിന് അതുണ്ടായില്ല. സി എച്ച് വലിയ സ്ഥാനത്ത് എത്തുന്നപ്പോഴും ഞാൻ ആര്,
എന്നുള്ള അങ്ങനെയാണല്ലോ ഒരു പിന്നെ നമ്മുടെ ഈ വായന അറിവ് എല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു വലിയ പ്രതലമുണ്ട്. ഇപ്പൊ എം എസ് സുബലക്ഷ്മി ഡൽഹിയിലെ വിമാനത്താവളത്തിൽ എങ്ങടോ പോവാൻ വിമാനം കാത്തിരിക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി, എം എസ് സുബലക്ഷ്മി എന്ന് പറയുന്നത് വലിയ പ്രസിദ്ധയായ സംഗീതജ്ഞനാണ്. നെഹ്റുവിനെ സംബന്ധിച്ച മകൾ ഇന്ദിരയുടെ അതേ പ്രായക്കാരി. പ്രധാനമന്ത്രി നെഹ്റു എവിടുന്നോ യാത്ര കഴിഞ്ഞ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആരോ പറഞ്ഞു എം എസ് സുബലക്ഷ്മി അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞതാ നെഹ്റുവിനോട്. പെട്ടെന്ന് നെഹ്റു അവരുടെ അടുത്തേക്ക് പോയി കൈകൂപ്പി. മകളുടെ പ്രായമുണ്ട്. അപ്പൊ സുബലക്ഷ്മി പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് പണ്ഡിറ്റ്ജിയല്ല മുമ്പിൽ. അപ്പോ നെഹ്റു പറഞ്ഞു ഇരിക്കൂ എഴുന്നേൽക്കണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എന്തോന്നു പരവശയായപ്പോ പിന്നെ നെഹ്റു പറയുന്നത്, അങ്ങാര് സംഗീത സാമ്രാജ്യത്തിലെ ചക്രവർത്തിനി, ഞാനോ വെറും ഒരു പ്രധാനമന്ത്രി. ഇത് സി എച്ചിനുണ്ടായിരുന്നു ആ തോന്നുന്നത്. ഞാനോ വെറും ഒരു മന്ത്രി, ഞാനോ വെറും ഒരു പാർലമെന്റ് മെമ്പർ. അതുകൊണ്ട് റേസ് ഷാപ്പിൽ പോകാൻ തോന്നിയിരുന്നത് കുട്ടിക്കാലത്ത് വാപ്പാന്റെ കൂടെ ഈ സാധനം സഞ്ചിയും പിടിച്ചിട്ടും അല്ലെങ്കിൽ പാടത്ത് കളമറിക്കാനും പോയിട്ടുള്ള ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മയുള്ളത് കൊണ്ടാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്തുനിന്ന് സി എച്ചിന് ഈ ചെറിയ കുട്ടിയാകുമ്പോഴേ നല്ല വെളുത്ത് തുടുത്ത് തടിച്ച് ഒരു ചെറിയ ഒരു ഉരുണ്ട കുട്ടിയാണ്. ഒരു കൗതുകം ഇങ്ങനെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തോന്നും. ചെറിയ പയ്യൻ 5, 6, 7 വയസ്സുള്ളപ്പോഴേ അങ്ങനെ ഇരിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് ആരോ ഈ പഴയ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ കൂട്ടത്തിലൊരു തുർക്കി തൊപ്പിയും ഒരു ചുവന്ന തുർക്കി തൊപ്പിയും ഒരു കോട്ടും ഏതോ ഒരു വലിയാപ്പാന്റെ സാധനമാണ്. അത് ഇവന് കൊടുത്തു കുട്ടിക്ക്. അവൻ എന്ത് ചോദിച്ചാൽ പിറ്റേന്ന് സ്കൂൾക്ക് പോകുമ്പോൾ വേടൂർ മാപ്പിള സ്കൂളിൽ പഠിക്കുകയാണ്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിട്ടിട്ടാ പോകുന്നത്. ഭയങ്കരമായ പത്രാസ്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് വിട്ടിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയെ ഒന്ന് സങ്കല്പിച്ച് നോക്കുന്നത്. ആരോ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സൗജന്യമായി ഒന്ന് കൊടുക്കുന്ന ആ സൗജന്യവും വെച്ചിട്ട് അതും കൊണ്ട് ഇങ്ങനെ പോവുക. സി എച്ചിന്റെ ഒരു പഠനം എന്ന് പറയുന്നത് കൊങ്ങന്നൂർ എലിമെന്ററി സ്കൂളിലാണ് സി എച്ച് 1933 1ാം ക്ലാസ്സിൽ ചേരുന്നത് കേട്ടോ. എന്നോട് ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടി വരുന്നത്. സി എച്ച് ഇങ്ങനെ കുട്ടിക്കാലം ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കൊങ്ങന്നൂർ എലിമെന്ററി സ്കൂളിൽ 1933 1ാം ക്ലാസ് ചേരുന്നു. അവിടെയാണ് പാച്ചർ മാസ്റ്റർ ഹെഡ്മാസ്റ്ററായിട്ടുള്ള സ്കൂളാണ്. അവിടെ ഒരു കൊല്ലം പഠിച്ചിട്ട് വേടൂർ മാപ്പിള സ്കൂളില് ഈസക്കുട്ടി മാസ്റ്റർ ഹെഡ്മാസ്റ്ററായിട്ടുള്ള സ്കൂളിലേക്ക് സി എച്ച് ഈസക്കുട്ടി മാസ്റ്റർ പറയുന്നത് അത്തോളിയിലെ സർ സെയ്ദ് എന്നാണ്. ഈസക്കുട്ടി മാസ്റ്റർ അവിടുത്തെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ കൂടിയായിരുന്നു. അവിടുത്തെ ഒരുപാട് പല തലമുറകളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിച്ച ആളാണ്. ഈ ഈസക്കുട്ടി മാസ്റ്ററാണ് സി കെ എന്ന് ചെറിയാരം കണ്ടി എന്ന് പറയുന്നതിന് പകരം സി കെ എന്ന് പറയുന്നതിന് പകരം സി എച്ച് എന്നുള്ള പിഴ വരുത്തിയത് ഈസക്കുട്ടി മാസ്റ്റർ. ആ സി എച്ച് എന്നുള്ളത് സി കെ അബ്ദുള്ളയാണ് സി എച്ചിന്റെ അനിയനി. അപ്പൊ ആ സി എച്ച് എന്നുള്ള പേര് പിന്നെ തിരുത്താനോട് സി എച്ച് വലുതായപ്പോ പോയതുമില്ല. കാരണം സി എച്ച് എന്ന് പറയുമ്പോഴൊരു പഞ്ചുണ്ടല്ലോ, അത് സി കെ മുഹമ്മദ് കോയ എന്ന് പറയുമ്പോഴേ കിട്ടും. എനിക്കറിയില്ല, ഇനിയിപ്പോ സി എച്ച് ആയതുകൊണ്ട് മൂപ്പരായതുകൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷെ സി എച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി മാത്രമല്ല, സി എച്ച് എം കോയ എന്നുള്ളത് പിന്നെ ഭയങ്കരമായിട്ട് ആ കാലത്ത് ആഘോഷിക്കപ്പെട്ടത് സി ഫോർ ക്രിസ്ത്യൻ, H ഫോർ ഹിന്ദു, M ഫോർ മുസ്ലിം എന്നൊക്കെ സി എച്ച് എം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. സി എച്ച് എം കോയക്ക് പിന്നെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞ് സി എച്ചിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ കുരിശും നിസ്കാരത്താഴുമ്പും ചന്ദനക്കുറിയും കുരിശും ചേർന്ന് ഘോഷയാത്ര നടത്തുന്ന ഒരു നാടായിട്ട് എൻ്റെ കേരളം എന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സി എച്ച് പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് സി എച്ച് പിന്നീട് 6ാം ക്ലാസ്സിലേക്ക് വേളൂർ ഹയർ എലിമെന്ററി സ്കൂളിൽ ചേരുന്നുണ്ട്. വേളൂർ മാപ്പിള സ്കൂളിലാണ് 6 വരെ പഠിച്ചത്. 1ൽ ഞാൻ പറഞ്ഞ പാച്ചർ മാസ്റ്റർ സ്കൂളില് കൊങ്ങന്നൂര്. അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകളിൽ 6ാം ക്ലാസ് വരെയുള്ളത് വേളൂർ മാപ്പിള സ്കൂളില്. പിന്നെ വേളൂർ ഹയർ എലിമെന്ററി സ്കൂളിലാണ് 6ാം ക്ലാസ് ചേരുന്നത്. ആ ഹയർ എലിമെന്ററി സ്കൂളിൽ ചേരുന്ന ഒരു കാലമായപ്പോഴേക്കും സി എച്ച് ഒരു നന്നായി വായിക്കുന്ന ഒരാളായി മാറി. അതായത് വായിക്കാന്ന് വെച്ചാല്
അതിനു മുമ്പ് തന്നെ വായനയുണ്ട്. CH അവിടുത്തെ മിസ്ബാഹുൽ ഇസ്ലാം വായനശാല, വേറെ വേളൂരിൽ 2 വായനശാലകൾ, ഇതിലൊക്കെ മെമ്പറായി ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ. അങ്ങനെ ഇരിക്കെ ഈ മിസ്ബാഹുൽ ഇസ്ലാം സംഘം വായനശാലയിൽ പത്രം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വന്നു. അവിടെ ചന്ദ്രിക വരുത്തണോ അല്ലമീൻ വരുത്തണോ എന്ന്. ചന്ദ്രിക തലശ്ശേരിയിൽ നിന്ന് വരുന്ന കാലമാണ്. ചന്ദ്രിക ആരംഭിച്ചിട്ടേ ഉള്ളൂ. 1934 ചന്ദ്രിക ആരംഭിക്കുന്നത്. ഏതാണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഘട്ടത്തിലാണ്. അപ്പൊ നറുക്കിട്ടു, വായനശാല അംഗങ്ങൾക്കിടയിൽ നറുക്കിടുകയും CH ഒക്കെ ഈ ചന്ദ്രിക എന്ന് പറയുന്നതിന് വോട്ട് ചെയ്യുകയും ചെയ്തു. വോട്ട് ചെയ്ത് അവിടെ ചന്ദ്രികക്ക് കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് ചന്ദ്രിക വരുത്തിയാണ്. ആ ചന്ദ്രിക വായിച്ചിട്ടാണ് CH ഖായിദ അഴ്സമിനെയും, ഖായിദ അഴ്സം മുഹമ്മദ് അലി ജിന്ന സാഹിബ്, സീരി സാഹിബ്, സത്താർ സെട്ട് സാഹിബ് തുടങ്ങിയ നേതാക്കന്മാരെയൊക്കെ മനസ്സിലാക്കുന്നത് ചന്ദ്രിക വായിച്ചിട്ടുണ്ട്. അവരുടെ പിന്നെ മുതിർന്ന ആളുകൾ അവരെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ ഖായിദ അഴ്സം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ സീരി സാഹിബിന്റെ പ്രതിഭയെ കുറിച്ച് പറഞ്ഞു, സത്താർ സെട്ട് സാഹിബിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് പറഞ്ഞു. അതിങ്ങനെ ആ കഥകൾ കേട്ട്, ഇപ്പൊ ജിന്ന സാഹിബ് എന്ന് പറയുന്നത് ആ ഒരു തലമുറയ്ക്കിടയിൽ വലിയ വീറും വലിയ ആവേശവും പകർന്നിട്ട് ഒരു നേതൃത്വമായിരുന്നു. ഇപ്പോ നമ്മൾ ജിന്ന സാഹിബിനെയൊക്കെ പറയുമ്പോഴേക്ക് അത് വലിയ എന്തോ ഒരു രാജ്യദ്രോഹമായിട്ടൊക്കെ ആളുകൾ കാണുക. കാരണം മങ്കട അസീസ് മൗലവി പറയാറുണ്ടായിരുന്നു, മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഈ മനുഷ്യൻ 1947 വരെ ഇന്ത്യയുടെ നേതാവായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്നു. ഒരു കൊല്ലം മാത്രമാണ് അദ്ദേഹം പാകിസ്ഥാന്റെ നേതാവായത് എന്ന് മറക്കരുത്. 1947 ആഗസ്റ്റ് മാസം 7-ാം തീയതി മാത്രമാണ് അദ്ദേഹം കറാച്ചിയിലേക്ക് പോകുന്നത്. ആഗസ്റ്റ് 7-ന്. 48 സെപ്റ്റംബർ മാസം 11-ാം തീയതി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനിടയിലുള്ള ഒരു ചെറിയ ഒരു കൊല്ലവും ഒരു മാസവും അത് മാത്രമാണ് ജിന്ന സാഹിബ് പാകിസ്ഥാന്റെ നേതാവാകുന്നത്. വരെയും ഇന്ത്യൻ നേതാവാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നേതാവാണ്. ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ മുഹമ്മദ് അലി ജിന്ന പ്രധാനമന്ത്രി ആവട്ടെ എന്ന് പറയുകയാണ്. പലവട്ടം ഗാന്ധിജി ആ നിർദ്ദേശം വെച്ചു, ജിന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ. അത് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പല തർക്കങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും. കാരണം മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ അരക്ഷിതാവസ്ഥക്ക് മുസ്ലിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണെന്നുള്ള തോന്നലിന് അതിനൊക്കെ ഒരു പരിഹാരം നില കൂടിയാണ് ജിന്ന സാഹിബ് പ്രധാനമന്ത്രി ആവട്ടെ എന്ന് ഗാന്ധിജി വെക്കുന്ന നിർദ്ദേശം. പക്ഷെ ജിന്ന സാഹിബ് ഒരല്പം അധികാരമോഹിയായിരുന്നുവെങ്കിൽ ആ നിർദ്ദേശം അംഗീകരിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ അത് കാണുന്നില്ലല്ലോ. നമ്മൾ കാണുന്നത് ഈ ഇന്ത്യയിൽ ജിന്ന സാഹിബ് വിരുദ്ധമായ പ്രസംഗം നടത്തുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിച്ചു എന്നാണ്. ആ വിഭജനം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നു. വിഭജനത്തിനിടയാകുന്ന കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാമല്ലോ. ഇപ്പോഴത്തന്നെ നമ്മളൊരു അവസ്ഥ നോക്കൂ. ഇതേ ഭീകരമായ ഒരു കാലഘട്ടം അന്നും ഉണ്ടായിരുന്നു. ഈ ഒറ്റപ്പെടുത്തല്, മാറ്റി നിർത്തലുകള്, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടലുകൾ, അതൊക്കെ ഉള്ളൊരു കാലത്ത് അംബേദ്കർ പോലും മതം മാറ്റത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, കാരണം ദളിതർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ സഹികെട്ട് മതം മാറുന്നതിനെ കുറിച്ച് അംബേദ്കർ ആലോചിക്കുന്ന ഒരു കാലത്ത്, ഇന്ത്യയിൽ മുസൽമാനാണെങ്കിൽ ഇവിടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഈ കാലത്ത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ കുറച്ചാളുകൾ മതം മാറി ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കാലം പോലെ തന്നെ അന്ന് ഇതേ ഭീകരമായ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരു കാലത്ത് ഇനി അങ്ങനെയാണെങ്കിൽ, അതായത് ഇതിലൊരു ബ്രിട്ടീഷ് താല്പര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, ബ്രിട്ടീഷുകാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗ് അതിലെ 3ാമത്തെ കക്ഷി മാത്രമല്ല. ഒന്ന് ബ്രിട്ടനാണ് അന്ന് ഭരിക്കുന്നത്, 2 അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രബല ശക്തിയുമായിട്ട് മേൽ വലിയ അധികാരവും സ്വാധീനവും ഉള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത നേതാക്കന്മാരുടെ ഒരു പട്ടികയാണത്. മുസ്ലിം ലീഗിന് ആരൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നത്? പിന്നെ ജിന്ന സാഹിബിനെ ലിയാഖത്ത് അലി ഖാനെയും കഴിഞ്ഞാൽ പിന്നെ നേർത്തു വരികയാണ് ചൗധരി ഖലീഖുസമാൻ, അബ്ദുൾ റബ്ബ് നിഷ്തർ, നവാബ് ഇസ്മായിൽ ഖാൻ, നവാബ് മുല്ലാജാൻ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. കോൺഗ്രസിൽ അങ്ങനെയല്ലല്ലോ. കോൺഗ്രസില് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ കണ്ട ആളുകളും അല്ലാത്തവരും ഒക്കെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരായാലും മുസ്ലിം നേതാക്കന്മാരുമുണ്ട്, അമുസ്ലിം നേതാക്കന്മാരുമുണ്ട്, പിന്നെ മതവിശ്വാസമില്ലാത്തവരുണ്ട്, ഹിന്ദു വിശ്വാസമുള്ളവരുണ്ട്, ഹിന്ദു മിത്തോളജിയെ കെട്ടിപ്പുണരുന്നവരുണ്ട്, വലിയ പിന്നെ നെഹ്റുവിനെ പോലുള്ള നാസ്തികന്മാരുണ്ട്. എല്ലാവരും കോൺഗ്രസ് ലീഡർഷിപ്പിലുണ്ട്. അപ്പൊ അത്ര പ്രബലന്മാരുള്ള ഒരു 2ാം കക്ഷിയും കഴിഞ്ഞിട്ട് ഒരു 3ാം കക്ഷിക്ക് വിഭജനത്തിൽ റോൾ ഉണ്ടാവുള്ളൂ. ഇത് ആരെഴുതി വെച്ച ചരിത്രമാണെന്നുള്ളതൊക്കെ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ സംഘപരിവാർ എന്ന് പറയുന്നവർ, ഈ RSS എന്ന് പറയുന്നവർ തന്നെ ഏത് പക്ഷത്താണ് നിന്നതെന്നും നമുക്കറിയാം. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യണ്ടല്ലോ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് ഉണ്ടാക്കിയിട്ട് വലിയ സ്വാതന്ത്ര്യ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ നേതാജിയുടെ അനുയായികളെയും നേതാജി അടക്കമുള്ളവരെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി RSS ഒരുപെട്ടിറങ്ങി. അത് പരസ്യമായി ആഹ്വാനം ചെയ്തു.
അവരെ ഉന്മൂലനം, ആ ടീമിനെ ഉന്മൂലനം ചെയ്യണമെന്ന്. കാരണം അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി അവർ സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന്. പരസ്യമായി 100% ബ്രിട്ടീഷ് പക്ഷത്ത് നിന്നവരാണ് അന്നത്തെ RSS, അന്നത്തെ ഹിന്ദുത്വ ശക്തികൾ. അന്നും ഇന്നും എന്ന പോലെ അവരങ്ങനെ തന്നെ രാജ്യവിരുദ്ധ താല്പര്യങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ കൂടെ ഉറച്ചു നിന്ന ലീഡർഷിപ്പാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ വിഭജനം അനിവാര്യമായി തീരുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിൽക്കാൻ ഇവരെല്ലാവരും തയ്യാറായി. അതിന് സർദാർ പട്ടേലിന്റെ പങ്കുണ്ട്. ഗാന്ധിജി നിസ്സഹായനായി തീരുന്നുണ്ട്. മൗലാന അബുൽ കലാം ആസാദിന് അതിന് പങ്കില്ല. അതുകൊണ്ട് ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പട്ടേലിനെ കുറിച്ച് പറയുന്നുണ്ട്. പട്ടേലൊക്കെ ഇത് ആഗ്രഹിച്ചു, ഈ വിഭജനം നടന്നേ തീരൂ എന്നുള്ള വാശിയിലേക്ക് അവരെത്തി. ഒരു വേള പണ്ഡിറ്റ്ജി പോലും ഈ കാരണം സ്ഥിതിഗതികൾ മാറുകയാണ്. അവിടെ ഗാന്ധിജി മൗനം, അവിടെയാണ് ഗാന്ധിജി. അപ്പൊ ഇവര് ഇന്ന് സംഘപരിവാർ പറയുന്നത് ഗാന്ധിജി ആ സമയത്ത് മൗനം പാലിച്ചു എന്നുള്ളതാണ്. ഗാന്ധിജിയെ കൊന്നത് അദ്ദേഹം പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായതുകൊണ്ട് എന്നാണ് നാത്തുറാൻ ഗോഡ്സെ പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ല, പാകിസ്ഥാൻ രാഷ്ട്രപിതാവ്. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഹിന്ദു ഐക്യവേദിന്റെ ആളുകളും BJPയുടെ ആളുകളും RSSകാരും പറയുന്നതും ഇപ്പോഴും അത് തന്നെയാണ്. അന്ന് ഗോഡ്സെ പറഞ്ഞു തന്നെയാണ്. അപ്പോ അന്നത്തെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. ഇതിന്റെ അപ്പുറത്തുള്ള ഒരു മൗലിക കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഇന്ത്യയെ ഏകോപിപ്പിക്കുവാനും ഇന്ത്യയെ ഒറ്റ രാജ്യമായി കൊണ്ടു നടക്കാനും കഴിയുള്ളൂ. എന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നുവോ അന്ന് ഇന്ത്യ പിളരും എന്ന് സ്ഥാപിക്കേണ്ടത് ഇതിന്റെ തീരുമാനമെടുക്കേണ്ട ശക്തി എന്ന് നിലക്ക് അവർക്കുണ്ടായിരുന്നു. അല്ലാതെ അതിന് മാത്രം രൂക്ഷമായ സംഘടനയിൽ പോയിട്ടില്ല. 1946 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ആഗസ്റ്റ് 16-ാം തീയതി പ്രത്യക്ഷ സമരദിനം മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തു. അതൊക്കെ ഒരു സഹികെട്ട അവസ്ഥയിലേക്ക് രാജ്യത്തെ പ്രശ്നങ്ങൾ പോയപ്പോഴാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കെട്ടുകെട്ടിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ജനതക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയായിരുന്നു ആ സമരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ നിസ്സഹായ അവസ്ഥയിൽ ഇവരെല്ലാവരും കുടുങ്ങിപ്പോയ ഒരു വിഭജനത്തിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്തായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. കൈജാള്ള മുഹമ്മദ് അലി ജിന്ന സാഹിബിന്റെ ഒരു ലീഡർഷിപ്പിനെയും സത്താർ സെട്ട് സാഹിബിനെയും സിരി സാഹിബിനെയും ഒക്കെ CH മുഹമ്മദ് കോയ എന്ന കൊച്ചുകുട്ടി മനസ്സിലാക്കുന്ന അവിടെ ആ മനസ്സിലാക്കലിലാണ് ഈ വേളൂർ ഹയർ എലിമെന്ററി സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ ഗോപാലൻ മാഷ് എല്ലാ കുട്ടികളും വന്ദേമാതരം ചെല്ലേണ്ട നേരത്ത് മുഹമ്മദ് കോയ മാത്രം എഴുന്നേറ്റ് നിൽക്കാതെ അവിടെ ഇരിക്കുക. വന്ദേമാതരം സ്കൂളുകളിൽ നിർബന്ധമാക്കി. ബ്രിട്ടീഷ് ഭരണകാലമാണ്. എന്നിട്ടും മുഹമ്മദ് കോയ ഇരുന്നു. ഹെഡ് മാസ്റ്റർ ഗോപാലൻ മാഷ് വന്നിട്ട് മുഹമ്മദ് കോയയുടെ എണീറ്റൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് നിന്ന് പുറത്താക്കുമ്പോൾ ചോദിക്കുക, എന്താണ് എല്ലാവരും പ്രാർത്ഥന ചെല്ലുമ്പോൾ നീ മാത്രം ഇരിക്കുന്നത്? അപ്പൊ ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയാണ്, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയുന്നത്, എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് വന്ദേമാതരം ചെല്ലാൻ പാടില്ല. ആരാ വന്ന് എന്റെ നേതാവ്? എന്റെ നേതാവ് ജിന്ന സാഹിബ്. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ വിവരം? എന്തൊക്കെ ഗോപാലമാഷക്ക് ആ വിവരം കിട്ടിയിട്ടില്ലേ? എവിടെ നിന്നൊക്കെ നിരക്കി വിവരമൊക്കെ? അത് ചന്ദ്രയിൽ വന്നിട്ടുണ്ട്. അതാ CH ചന്ദ്രയുമായുള്ള ഒരു ബന്ധം കേട്ടോ. ഒരു കുട്ടി വളർന്നു വരികയാണ്. നമ്മളൊക്കെ വീട്ടിലുള്ള കുട്ടികളെ പോലെ ഒരു കുട്ടി, നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്തെ പോലുള്ള ഒരു കുട്ടി, പക്ഷെ നമ്മളെപ്പോലെ ഒന്നും അല്ലാതെ അസാധാരണമായ ബുദ്ധിശക്തിയോടുകൂടി, അസാധാരണ ധൈര്യത്തോടുകൂടി ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളും പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഇരിക്കുക. പിന്നെ അന്ന് സ്കൂളിൽ കാണിക്കുന്ന ധിക്കാരത്തിന് മാതാപിതാക്കളിൽ നിന്ന് കൃത്യമായും ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. ഒരു സംശയവും അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റൂല. അന്നത്തെ സ്കൂളിൽ ഒരു കാലം എന്ന് പറയുന്നത്, സ്കൂളിൽ എന്ത് തോന്നിയസം കാട്ടിലും മദ്രസയിൽ എന്ത് തോന്നിയസം കാട്ടിലും വീട്ടിൽ നിന്ന് തല്ലിട്ടു. അവിടെയാണ് ഈ കുട്ടി ധൈര്യത്തോടു കൂടി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞിന്റെ ബാല്യത്തിൽ തന്നെ ഒരാദർശം രൂപപ്പെടുകയാണ്. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന 12 വയസ്സുകാരൻ 13 വയസ്സുകാരൻ കുട്ടി അന്ന് എടുത്ത ആ തീരുമാനം തന്നെയാണ് ഇന്നും വന്ദേമാതരത്തോടുള്ള ഒരു തീരുമാനം, ഒരു സമൂഹത്തിന്റെ മനോഭാവം.
എന്നുവെച്ചാൽ വന്ദേ മാതരം ചൊല്ലുമ്പോൾ എണീറ്റിക്കട്ടാതൊന്നുമല്ല. പക്ഷേ വന്ദേ മാതര ഗാനം എന്ന് പറയുന്നതിൽ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദപടം എന്ന നോവലിൽ നിന്നുള്ള ഒരു പദ്യഭാഗം മാത്രമാണെന്നും അതൊരു പ്രാർത്ഥനാ ഗീതമല്ല എന്നും ആ നോവലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേദഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട്, അതിന്റെ വേദ ഗാനങ്ങളിൽ ഒന്നായിട്ട്, വേദഗണിതങ്ങളിൽ ഒന്നായിട്ട് അതിനെ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ കാലത്തെ മാറ്റി നിർത്തുന്നത്. വന്ദേ മാതരം അടിച്ചേൽപ്പിക്കരുത് എന്നൊന്നും ഇന്ത്യയിലെ ഒരു കേരളത്തിലെ മുസ്ലിമീനോ ഒന്നുമല്ല പറയും, ഇന്ത്യയിലെ തന്നെ പിന്നെ ഹിന്ദുത്വവാദികളല്ലാത്തവരൊക്കെ പറയുന്നത് അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട്